السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാന്യ സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിൻ്റെ ഈ ദിനരാത്രങ്ങളിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതരാവുക. റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബാബു റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നോമ്പുകൾ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നിർവഹിക്കേണ്ടത് എന്നതാണ്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് മരണവിവരം അറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അത് വീട്ടുകാരാകട്ടെ, കുടുംബക്കാരാകട്ടെ, മയ്യത്തിന്റെ സ്വന്തക്കാരാകട്ടെ, സുഹൃത്തുക്കളും മറ്റുമാകട്ടെ, നമുക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ളത്? നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, മരണമടക്കമുള്ള എന്ത് മുസീബത്തുകളും നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാ നടത്തലാണ്. ആ പദം ഉച്ചരിക്കുന്നതിനാണ് ഇസ്തിർജാ എന്ന് പറയുക. അവ ഇസ്തിർജാ നടത്തുക. ഇന്നാ ലില്ലാഹ്, നിശ്ചയം ഞങ്ങളെല്ലാം അള്ളാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നവരുമാണ് എന്ന ആ ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുക. അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് അല്ലാഹുമ്മ ജുർനി ഫി മുസീബത്തി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹ എന്ന് കൂട്ടിച്ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അബൂ സലമ മരണപ്പെട്ടപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചതല്ലേ എന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവ് എനിക്കിനി ആരെ കിട്ടാൻ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റിയുള്ള ഒരു ചിന്തയാണത്. എൻ്റെ ഭർത്താവാണ് ഏറ്റവും നല്ലവൻ എന്ന് ചിന്തിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു അബൂ സലമ ഉമ്മു സലമയോട് പെരുമാറിയിരുന്നത് എന്നുകൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, ഞാൻ ചൊല്ലി അല്ലാഹുമ്മ അജുർനി ഫി മുസീബത്തി, റബ്ബേ എനിക്ക് എൻ്റെ ഈ മുസീബത്തിൽ കാവൽ നൽകുകയും എനിക്ക് പ്രതിഫലം നൽകുകയും ചെയ്യണമേ, വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹ, അതിനേക്കാൾ ഉത്തമമായത് എനിക്ക് പകരം നൽകണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാനാണ് ആവശ്യപ്പെട്ടത്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഏറ്റവും നല്ലത് പകരമായി നൽകും എന്ന് തന്നെ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അവർ പറയുന്നു, എനിക്ക് അല്ലാഹു ഏറ്റവും നല്ലത് പകരം നൽകി. അബൂ സലമക്ക് ശേഷം എന്നെ വിവാഹം കഴിച്ചത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയേക്കാൾ ഉത്തമനായ വേറൊരാളില്ലല്ലോ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പകരം നൽകും എന്ന ആ ഒരു വിശ്വാസത്തോടുകൂടി, അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്കതിന്റെ ഗുണങ്ങൾ ലഭിക്കും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അങ്ങേയറ്റത്തെ ക്ഷമയാണ് മരണവീട്ടുകാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, സമൂഹത്തിൽ ഉത്തരവാദിത്തങ്ങളും നേതൃത്വവും ഒക്കെ ഉള്ള ആളുകളൊക്കെ മരണപ്പെടുന്ന സമയത്ത് സ്ഥാപനത്തിന്റെയും അതേപോലെ തന്നെ സംഘടനകളുടെയും രാഷ്ട്രീയ രംഗത്തും മറ്റുമൊക്കെയുള്ള ആളുകളുടെ മരണത്തിലൂടെയുള്ള നഷ്ടങ്ങൾ, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് വേദനയും വിഷമവും എല്ലാം ഉണ്ടാകും. ആ സമയത്തൊക്കെ നമ്മൾ ക്ഷമിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ, മക്കൾ മരിക്കുമ്പോൾ, ഭർത്താവ് മരിക്കുമ്പോൾ, ഭാര്യ മരിക്കുമ്പോൾ, മാതാപിതാക്കൾ മരിക്കുമ്പോൾ, സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് അല്ലെ നമ്മൾ ക്ഷമിക്കണം. മക്കൾ മരിച്ചതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലുള്ള ക്ഷമ ഒരാളെ സംബന്ധിച്ചിടത്തോളം
വളരെയേറെ പ്രയാസമുണ്ടാകുന്നതാണ് മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച്. ആ സമയത്ത് നിങ്ങൾ ക്ഷമിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ക്ഷമിച്ചാൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകും. 3 മക്കൾ ഒരേ രൂപത്തിൽ മരണപ്പെട്ടു പോകുന്ന ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർ ജീവിച്ചിരിക്കെ തന്നെ പല സന്ദർഭങ്ങളിലായി 3 മക്കൾ മരണപ്പെട്ടു പോയവർ. ആ രൂപത്തിൽ മരിച്ചുപോയ കുട്ടികളെ സംബന്ധിച്ച് അള്ളാഹു അവരോട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയും. മുഅ്മിനീങ്ങളുടെ മക്കൾ അവരുടെ മാതാപിതാക്കളോടൊപ്പമാണ് എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് ഉള്ള അള്ളാഹുവിന്റെ ഒരു അംഗീകാരമാണ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോകുന്ന മുഅ്മിനീങ്ങളുടെ മക്കൾ അവർ സ്വർഗത്തിലായിരിക്കും എന്നത്. അതൊരു വലിയ സന്തോഷ വാർത്തയാണ് നമുക്ക്. മുഅ്മിനീങ്ങളുടെ മക്കൾ അവർ നാളെ പരലോകത്ത് സ്വർഗത്തിലായിരിക്കും. അല്ലാത്തവർക്കാണ് വിചാരണയും മറ്റും അവിടെയുള്ള പരീക്ഷണങ്ങളും മറ്റുമൊക്കെ ഉള്ളത്. ഏതായാലും ആ മുഅ്മിനീങ്ങളുടെ മക്കളോട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ മലക്കുകളോട് അവർ പറയും, ഞങ്ങളെ ഉമ്മയും വാപ്പയും വരട്ടെ എന്നിട്ട് ഞങ്ങൾ കയറണുള്ളൂ എന്ന് പറയുമെന്നാണ് ആ കുട്ടികൾ. നമുക്കൊക്കെ അറിയാമല്ലോ, കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അങ്ങോട്ട് പോകൂ, അവിടെ കയറൂ എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് എൻ്റെ ഉപ്പച്ചി വരട്ടെ, എൻ്റെ ഉമ്മ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കലുണ്ടല്ലോ. ആ രൂപത്തിൽ അവർ പറയുന്നതാണ്, എൻ്റെ ഉപ്പ വരട്ടെ, എൻ്റെ ഉമ്മ വരട്ടെ എന്ന് പറയുമെന്നാണ്. ആ സമയത്ത് ഉദ്ഖുലുൽ ജന്ന എന്ന് അവരോട് പറയുന്ന സമയത്ത് ഹത്താ യജി അബവാന, ഞങ്ങളുടെ മാതാവും പിതാവും വരട്ടെ, ഉപ്പയും ഉമ്മയും വരട്ടെ എന്ന് പറയുമ്പോൾ ഫയുഖാലു ലഹും ഉദ്ഖുലുൽ ജന്ന അൻതും വഅബവാകും ബിഫളില്ലാഹി വറഹ്മത്തില്ലാഹ് ഔ ബിഫളി റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ അങ്ങേ അറ്റത്തെ കാരുണ്യം കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ മാതാക്കളും പിതാക്കളും സ്വർഗത്തിൽ കടക്കുക എന്ന് ആ കുട്ടികളോട് പറയും എന്നാണ്. അപ്പൊ അതൊരു വലിയ അംഗീകാരം തന്നെയാണ്, ക്ഷമക്കുള്ള അംഗീകാരമാണ്. നമ്മൾ ക്ഷമിക്കുകയാണ് ആ സന്ദർഭത്തിൽ വേണ്ടത്. റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ ഒരു കുഞ്ഞിനെ സമർപ്പിക്കുകയാണ് എന്ന രൂപത്തിലുള്ള ക്ഷമയാണ്. കുറെ വാവിട്ട് കരയുകയും കുറെ അലമുറയിടുകയും ഒക്കെ ചെയ്തതിന് ശേഷമല്ല നമ്മൾ ഇതൊന്നും ചെയ്യേണ്ടുന്നത്. മറിച്ച് ആ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുനീര് പൊഴിക്കുമെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് വിഷമിക്കുമെങ്കിലും, നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും മോശപ്പെട്ട ഒരു വാക്ക് കടന്നു വരാൻ പാടില്ല എന്നതാണ്. ഇപ്പൊ 3 കുട്ടികളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. 3 കുട്ടികളല്ല, ചില സ്വഹാബ വനിതകൾ ചോദിച്ചു നബിയോട്, 2 കുട്ടികളാണെങ്കിലോ? ആ 2 കുട്ടികളും അങ്ങനെ തന്നെയാണ് എന്ന. അതേപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാൻ കഴിയും, എന്റെ ഒരു അടിമയെ അവന്റെ കുഞ്ഞിനെ കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, ആ കുട്ടി മരണപ്പെട്ടത് അവൻ ക്ഷമിക്കുകയാണ് എങ്കിൽ അവന് അള്ളാഹു സ്വർഗം പ്രതിഫലമായി കൊണ്ട് നൽകും എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1 കുട്ടിയാണെങ്കിലും 2 കുട്ടിയാണെങ്കിലും 3 കുട്ടിയാണെങ്കിലും അവർക്കൊക്കെയുള്ള ഒരു പ്രതിഫലമായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടുന്നത്. അതേപോലെ തന്നെ ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് ഈ വിഷമകരമായ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് മക്കൾ മരിച്ചു എന്ന്, ഭർത്താവ് മരിച്ചു എന്ന്, ഭാര്യ മരിച്ചു എന്ന്, അങ്ങനെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഒരു മോശപ്പെട്ട വാക്ക് നമ്മളിൽ നിന്ന് വരാൻ പാടില്ല എന്നതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടി മരണപ്പെട്ട സന്ദർഭത്തിൽ മടിയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ കുട്ടി മരണപ്പെട്ട സമയത്ത് ഇബ്രാഹിം അലൈഹിസലാം ഇബ്രാഹിം എന്ന നബിയുടെ മകൻ മരണപ്പെട്ടപ്പോ ഇന്നൽ ഐന തദ്മഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ ഒരു കുട്ടിയാണ് ഇബ്രാഹിം. ഇന്നൽ ഐന തദ്മഉ, എന്റെ കണ്ണുകൾ അത് കണ്ണുനീരണിയും. അതേപോലെ തന്നെ വ അൽ ഖൽബു യഹ്സുൻ, ഹൃദയം അത് വിതുമ്പും, അത് വേദനിക്കും, അത് ദുഃഖിക്കും. വല നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുന, നമ്മുടെ റബ്ബിന് തൃപ്തിയുള്ള വാക്കല്ലാതെ എന്ത് ഘട്ടത്തിലും ഹൃദയത്തിന്റെ വേദനയും കണ്ണുനീർ പൊഴിക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല, വരില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിമു ലമഹ്സൂനുൻ, നിന്നെ വേർപിരിയുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇബ്രാഹിമെ എന്ന് മകനെ മടിയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രംഗം
അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു പിതാവിന്റെ ഒരു കുട്ടി, ഒരാൺകുട്ടി ഉണ്ടായതാണ്, അത് ആ കുട്ടിയാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ വേദനിക്കും, വിഷമിക്കും, ഹൃദയത്തിന് വേദനയുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരിക്കലും റബ്ബിനിഷ്ടമില്ലാത്ത, അള്ളാഹുവിനെ പഴിക്കുന്ന, വിധിയെ പഴിക്കുന്ന, കുറ്റം പറയുന്ന ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, അങ്ങേയറ്റം വേദനിക്കും എന്ന് പറഞ്ഞല്ലോ, പക്ഷേ നമ്മുടെ സംസാരം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ കരച്ചിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാവിട്ട് കരയുന്ന, ഒച്ച വെച്ച് കരയുന്ന കരച്ചിൽ മരണവീട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉണർത്തി തന്നത്. അബൂ സലമ മരിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചുകൊടുത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഈ ആത്മാവ് മുകളിലേക്ക് ഉയർന്നു പോകുന്ന സമയത്ത് കണ്ണുകൾ അതിനെ പിന്തുടരും എന്ന് പറഞ്ഞപ്പോ ആ വീട്ടുകാരൊക്കെ മരണം ഉറപ്പിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടക്കി നിർത്തി എന്നതാണ്, അവരെ അടക്കി നിർത്തി. അതേപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം, ലമ്മ തുഇന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബിന് കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹ ഒരൽപ്പം ഉച്ചത്തിൽ കരഞ്ഞു. നമ്മുടെ ഉമ്മയാണ്, മാതാവാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. വാപ്പക്ക് കുത്തേറ്റ് കിടക്കുന്നത് കണ്ടപ്പോ, അവർ മരണപ്പെട്ടത് കണ്ടപ്പോ കരഞ്ഞു അവർ فقال يا حفصة أما سمعت رسول الله صلى الله عليه وسلم يقول المعول عليه يعذب. അത് ഇങ്ങനെ വാവിട്ട് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് ഈ മനുഷ്യനായിരിക്കും, മരിച്ചു കിടക്കുന്ന ഈ മനുഷ്യനായിരിക്കുമെന്ന് നിനക്കറിയില്ലേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് കരഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതേപോലെ തന്നെ സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ, ആദ്യത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സുഹൈബ് റൂമി. അദ്ദേഹം സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോഴും ഈ രംഗം കണ്ടപ്പോ, കുത്തേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ ഒരു രംഗം കണ്ടപ്പോ അദ്ദേഹം കരഞ്ഞു, വാവിട്ട് കരഞ്ഞുപോയി. അവിടെയും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, പാടില്ല, കാരണം അതിന്റെ കുറ്റം എനിക്കായിരിക്കും കിട്ടുക എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അവർക്ക് ശിക്ഷ കിട്ടുന്ന ഒരു പണി നമ്മുടെ കരച്ചിൽ കൊണ്ടുണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിയന്ത്രിക്കുക. നമ്മൾ മനസ്സ് കരഞ്ഞാലും നമ്മുടെ നാവ്, അതേപോലെ തന്നെ നമ്മുടെ ശബ്ദം അങ്ങേയറ്റം ഉയരാൻ പാടില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ മരിച്ച വ്യക്തിക്ക് വേണ്ടി ദുഃഖാചരണം നടത്തുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ദുഃഖമുണ്ടാകുമേ, ഏവർക്കും ഉണ്ടാകുന്നതാണ് ദുഃഖാചരണം. ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ, അതേപോലെ തന്നെ കുടുംബത്തിൽ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകളാണെങ്കിൽ നമുക്ക് ദുഃഖമുണ്ടാകും. ആ ദുഃഖം 3 ദിവസത്തിൽ ഒതുങ്ങണമെന്നാണ്. ദുഃഖാചരണം എന്നത് 3 ദിവസത്തിൽ ഒതുങ്ങണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ അതിനേക്കാൾ കൂടുതൽ ദുഃഖം ആചരിക്കാനുള്ള അനുവാദമുള്ളത്, അത് വേണ്ടതുമാണ്, നിർബന്ധവുമാണ്, അത് ഭർത്താവ് മരിച്ച സ്ത്രീക്ക് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതല്ലാതെ ഈ ദുഃഖാചരണം എന്ന് പറയുന്നത്, നമുക്ക് ദുഃഖമുള്ളത് നമ്മുടെ മനസ്സിൽ ഒതുക്കണം. അതേപോലെ തന്നെ ആ ആദ്യത്തെ 3 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടുള്ള ദിവസങ്ങൾ, മരണത്തോടനുബന്ധിച്ച 3 ദിവസങ്ങൾ, അന്ന് വേണമെങ്കിൽ നമ്മുടെ കാര്യമായിട്ടുള്ള പ്രോഗ്രാമുകളും മറ്റുമൊക്കെ ഒന്ന് മാറ്റിവെക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും, അത് വലിയ സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യാം. അതിലപ്പുറം പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി ദുഃഖാചരണം നടത്തുന്നത് തന്നെയും അത് കരിങ്കൊടി കെട്ടിക്കൊണ്ടും, അതേപോലെ തന്നെ തലമുണ്ടനം ചെയ്തുകൊണ്ടും, വസ്ത്രം ഒഴിവാക്കിക്കൊണ്ടും, അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, ഇന്നും ചില നാടുകളിലൊക്കെ നിലനിൽക്കുന്ന രൂപത്തിലുള്ള ഒരു രൂപത്തിലല്ല അത് നടത്തേണ്ടുന്നത്. മറിച്ച് നമ്മുടെ മനസ്സ്
നമ്മുടെ മനസ്സിൽ ദുഃഖമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വളരെ സന്തോഷകരമായി തോന്നുന്ന ചില രംഗങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു ദുഃഖാചരണം മാത്രമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തഹുദ്ദ അലാ മയ്യിത്തിൻ ഫൗക സലാസിൻ ഇല്ലാ അലാ സൗജിൻ അർബഅത അശ്ഹുരിൻ വഅശ്റ. ഭർത്താവിന് വേണ്ടിയല്ലാതെ 4 മാസവും 10 ദിവസവും അവർ ഇദ്ദ ഇരിക്കണം, ദുഃഖാചരണം നടത്തണം. അതല്ലാത്ത ഒരു ദുഃഖാചരണം ഒരു പെണ്ണിനും പാടില്ല, ഒരാൾക്കും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും സന്ദർഭത്തിലും ക്ഷമിച്ചുകൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള, ഈ മരിച്ച വ്യക്തിക്ക് ഒരു വിഷമവും ഉണ്ടാകാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.